തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ട് തിരുവനന്തപുരത്ത്. സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ സ്ഥിരം താമസക്കാരനാണെന്ന് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മാത്രം തൃശൂരിലേക്ക് വോട്ട് മാറ്റിയെന്ന് അനിൽ അക്കര ആരോപിച്ചു. ലിഷോയ് ചേരുന്നുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് വോട്ട് മാറ്റി എന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്ഥിര താമസമാക്കിയത് കൊണ്ട് ഇവിടെ ആയിരുന്നു വോട്ട് എന്ന്. എന്താണ് വിശദ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ലിഷോയ്? മോത്തി, അതായത് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും എല്ലാവരുടെയും വോട്ടുകൾ, സഹോദരന്റെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അത് വ്യാജ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ളവ നൽകിയാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത്. ടി.എൻ. പ്രതാപൻ ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഈ ബി.ജെ.പി പ്രതിരോധിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഇവിടെയൊക്കെ തന്നെയാണ് വോട്ട്, തൃശ്ശൂരിൽ തന്നെയാണ് വോട്ട്. അത് അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതല്ലാതെ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം മാറ്റിയതല്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്തിമ വോട്ടർ പട്ടിക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സുരേഷ് ഗോപിയുടെ സഹോദരന്മാരുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും വോട്ട് തൃശ്ശൂരിലല്ല, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുള്ള രാജ കേശവദാസ് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് എന്നുള്ളത് കൃത്യമായി അന്തിമ വോട്ടർ പട്ടികയിൽ വ്യക്തമാക്കുന്നത്. ഇത് തങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്.